we can discuss a Python program to check whether a number is prime or not. അപ്പം ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പൈത്തൺ പ്രോഗ്രാം നോക്കാം. അതിൽ നമുക്ക് ഓൾറെഡി അറിയാം ഈ പ്രൈം നമ്പർ ആകണമെന്നുണ്ടെങ്കിൽ ഹൗ ഡു വി ചെക്ക് എ നമ്പർ ഇസ് പ്രൈം ഓർ നോട്ട്? പറയാം, പ്രൈം നമ്പർ ഈസ് എ നമ്പർ ദറ്റ് ക്യാൻ ഓൺലി ബി ഡിവൈഡഡ് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് വൺ വിത്തൗട്ട് റിമൈൻഡേഴ്സ്. മീൻസ് ഒരു പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ദ 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. ഇപ്പം ആ നമ്പറും 1ഉം മാത്രമാണ് അതിൻ്റെ ഫാക്ടർ എങ്കിൽ പ്രൈം നമ്പറാണ്. അല്ലാതെ 1ഉം ദാറ്റ് നമ്പറും അല്ലാതെ വേറെ ഏത് നമ്പർ ഫാക്ടറായിട്ട് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അതാണല്ലോ പ്രൈം നമ്പറിൻ്റെ കോൺസെപ്റ്റ്. That is a number that can only be divided by itself and 1 without reminders. Okay, for example, നമുക്ക് നോക്കാം 13. 13 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം 13 ആണ് അല്ലേ. ഇതിന് വേറെ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. സോ ഇതിന് 1 എന്ന് പറഞ്ഞ ഫാക്ടറും ഉണ്ട്, പിന്നെ ആ നമ്പറായ 13 ഒരു ഫാക്ടറും ഉണ്ട്. സോ എനിക്കിത് പറയാം 13 ഈസ് എ പ്രൈം നമ്പർ. ഇനിയോ പ്രൈം നമ്പർ, ഇനി വേറെ ഒരു പ്രൈം നമ്പർ നോക്കാം. ഒരു 16 എടുത്ത് നോക്കാം. 16 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 4, 2, 4, 16. വേറെ 8, 60. 1, 2, 4, 8, 60. ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. സോ ഇതിൻ്റെ അകത്ത് 16ൻ്റെ ഫാക്ടേഴ്സ് 1ഉം 16ഉം അല്ലാതെ തന്നെ 3 ഫാക്ടേഴ്സ് എക്സ്ട്രാ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ നമ്പർ. ഫാക്ടേഴ്സിൻ്റെ അകത്ത് ആ നമ്പറും 1ഉം മാത്രം വരുവാണെങ്കിൽ നമുക്ക് പറയാം പ്രൈം നമ്പർ ആണോ ഇല്ലയോ എന്ന്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിലുള്ള ഓരോ ഫാക്ടേഴ്സിനും എടുക്കും. ഇപ്പോൾ 16 എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓരോ ഫാക്ടേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 തൊട്ട് എടുക്കും. 1 തൊട്ട് എടുത്തിട്ട് if the particular number is divisible by the number, അതായത് ഇപ്പോൾ 16 1 എന്ന് പറഞ്ഞാൽ 16 ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും അല്ലേ. ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് പറയാം പ്രൈം നമ്പർ ആണെന്ന് പറയാം. മീൻസ് നമ്മളിപ്പം 16 ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്തെടുക്കും? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ 16ൻ്റെ ആണെങ്കിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ആദ്യം 1 എടുക്കും, 2 എടുക്കും, 3 എടുക്കും, 4 എടുക്കും, 5 എടുക്കും, 6 എടുക്കും, 7, 8, 9, 10, 11, 12, 13, 14, 15 ആൻഡ് 16 ഇത്ര എടുക്കും അല്ലേ. ഇത്ര എടുക്കും. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് എടുക്കും. അതായത് 16 മോഡ് എടുക്കും. ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യും. എങ്ങനെയാണ് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്? അതായത് 16 ഡിവിസിബിൾ ആണോ എന്ന് നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുന്നത്? 16 മോഡ് 1 എടുക്കും. ഓക്കെ, സോ 16 മോഡ് 1ൻ്റെ വാല്യൂ 0 ആണ് വരുന്നത്. ഓക്കെ, 16 മോഡ് 1ൻ്റെ വാല്യൂ 0 ആണ്. സിമിലർലി അങ്ങനെ 16 മോഡ് 2 എന്ന് പറയുമ്പോൾ 0. സിമിലർലി 16 മോഡ് 3 ഈസ് 1. സോ ഞാൻ 1 മുതൽ 16ൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം. 1, 2, 4, 8, 16 ആണെന്ന് അറിയാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 to 16 വരെയുള്ള നമ്പേഴ്സിനുള്ളിലല്ലേ
ആ പർട്ടിക്കുലർ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് വരത്തുള്ളൂ. അപ്പം ഞാൻ 1 to 16 വരെയുള്ള നമ്പേഴ്സ് എടുത്തു. അതിനെല്ലാം ഞാൻ എന്ത് ചെയ്തു, 16 മോഡ് ഓരോ നമ്പേഴ്സും ഞാൻ എടുത്തു. ഡിവിസിബിൾ ആണോ ഓരോ നമ്പേഴ്സ്, അതായത് 1 തൊട്ട് 16 വരെയുള്ള നമ്പേഴ്സ് 16ൽ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു. സോ 16 മോഡ് 1 എടുത്തു, അപ്പോൾ എനിക്ക് എടുക്കുമ്പോൾ 0 വരും. 16 മോഡ് 2 എടുക്കുമ്പോൾ 0 വരും. 16 മോഡ് 2 മീൻസ് 16 ഡിവൈഡഡ് ബൈ 2 ചെയ്യും, റിമൈൻഡർ വിൽ ബി 0 അല്ലേ. അതേപോലെ 16 മോഡ് 3 എടുക്കുമ്പോൾ എനിക്ക് 1 കിട്ടും. അപ്പോൾ 3 × 5 15, റിമൈൻഡർ 1. അതേപോലെ തന്നെ ഞാൻ ഓരോന്നും എടുത്തു. ഓക്കെ, അപ്പം ഇതിൽ നോക്കിക്കേ, ഇതിൽ ഞാൻ ഇത് മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്യാണ്. അതായത് 0 വരുന്നത് മാത്രം ഞാൻ എടുക്കുകയാണേ. 0 വരുന്നത് മാത്രം ഞാനൊന്ന് മാറ്റി എഴുതാണ്. ഓക്കെ, 0 വരുന്ന മാത്രം ഞാനൊന്ന് മാറ്റി എഴുതാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു 0 വരുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു 0 വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു 0 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ 4 നമ്പേഴ്സ് മാത്രം, ദാറ്റ് ഈസ് 1 2 4 8 16, ഈ നമ്പേഴ്സ് മാത്രമാണ് ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് റിമൈൻഡർ 0 വരുന്നത്. ദാറ്റ് മീൻസ് ഈ നമ്പേഴ്സാണ് ആരുടെ ഫാക്ടേഴ്സ്, 16. അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്താൽ, ഈ ഒരു കോൺസെപ്റ്റ് ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ദ ഫാക്ടേഴ്സ്. വൺസ് ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈം നമ്പർ ആണോ ഇല്ലേ നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമല്ലേ. സോ നമുക്ക് എങ്ങനെ നോക്കാം, ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്യുമെന്നുള്ളത് നോക്കാം ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇത്ര ഞാനൊന്ന് കമൻറ്റ് ചെയ്യാണ്, ഇതുവരെ ഞാൻ ഒന്ന് കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പ്രൈം നമ്പർ ഫാക്ടേഴ്സ്, ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഞാൻ 16ൻ്റെ ഫാക്ടേഴ്സ് തന്നെ കണ്ടുപിടിക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ പേര് ഞാൻ ഫാക്ടേഴ്സ് എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു നമ്പറിൻ്റെ അല്ലേ ഫാക്ടർ കണ്ടുപിടിക്കാം. സോ ഞാൻ നമ്പർ കൊടുത്തു. ദെൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ നോക്കിക്കേ, ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. കാരണം ദാറ്റ് നമ്പർ 16 ആണ് എൻ്റെ നമ്പർ എങ്കിൽ 16 മോഡ് 1 അപ് ടു 16 വരണം. അപ്പോൾ നമുക്ക് എന്തായാലും ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. സോ ഫോർ ഐ ഇൻ റേഞ്ച് എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം, 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. കാരണം മോഡ് 1 തൊട്ടല്ലേ ഞാൻ എടുത്തിരിക്കുന്നത്. സോ 1 മുതൽ ഞാൻ ഏത് വരെ പോകണം, 16 വരെ പോകണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്പെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മിൻ്റെ വാല്യൂ 16, അപ്പോൾ 15 വരെ പോകത്തുള്ളൂ. സോ അതുകൊണ്ട് എനിക്കിവിടെ എന്ത് കൊടുക്കണം, നം പ്ലസ് 1 എന്ന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഏതുവരെ പോകും, 1 to 16 വരെ പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഞാൻ ഓരോ നമ്പറായിട്ട് ചെക്ക് ചെയ്യണം, അതല്ലേ. അതായത് നോക്കിക്കേ, 16 മോഡ് 1, 16 എന്ന് പറഞ്ഞാൽ നമ്മുടെ നം, മോഡ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഐയുടെ വാല്യൂ ആണല്ലേ. ഈ ഐയുടെ വാല്യൂ അല്ലേ 1 to 16 വരെ പോകുന്നത്. സോ നം മോഡ് ഐ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫാക്ടറാണ്. സോ ഞാൻ എന്ത് കൊടുത്തു ഇവിടെ, ഇഫ് നം മോഡ് ഐ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. 0 ആണെങ്കിൽ ആ ഐ പ്രിൻറ്റ് ചെയ്യണം. സോ ഇപ്പം നമ്മിൻ്റെ വാല്യൂ 16 മോഡ് ആദ്യം ഐയുടെ വാല്യൂ 1, 16 മോഡ് ഐ, ദാറ്റ് ഈസ് 16 മോഡ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഐ, 1. അപ്പോൾ 1 പ്രിൻ്റ് ആകും. ഓക്കെ, 1 പ്രിൻ്റ് ആകും. ഇതിൻ്റെ ഇവിടെ എൻഡ് കോളൻ വേണം. അപ്പോൾ പ്രിൻറ്റ് ഐ വരുമെന്ന് പറയുമ്പം ഞാൻ ഇവിടെ കൊടുക്കാം. പ്രിൻറ്റ് ഐ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, 1 വരും. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്, നെക്സ്റ്റ് എന്ത് വരും, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 2 ആവും. എഗെയിൻ അതിൻ്റെ വാല്യൂ 2 ആവും അല്ലേ. അപ്പോൾ എഗെയിൻ മോഡ് 2 ഈക്വൽ ടു 0 ആണോ, അല്ല. അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യോ, ഇല്ല.
സോറി നം മോഡ് 2 ഈക്വൽ ടു 0 ആണ്, അതായത് 16 മോഡ് 2 ഈക്വൽ ടു 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം, അതായത് 2 പ്രിൻറ്റ് ചെയ്യും. ദെൻ ഐൻ്റെ വാല്യൂ 3 ആവും. സോ നമ്മിൻ്റെ 16 മോഡ് 3 ഈക്വൽ ടു 0 ആണോ? അല്ല, അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് ഐയുടെ വാല്യൂ 4 ആവും അല്ലേ. അപ്പോൾ 16 നമ്മിൻ്റെ വാല്യൂ 16 മോഡ് ഐൻ്റെ വാല്യൂ 4 ഈക്വൽ ടു 0 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ 4 പ്രിൻറ്റ് ചെയ്യും. അതങ്ങനെ അങ്ങനെ 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 പോകും. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇനി കണ്ടുപിടിക്കേണ്ട ഏത് നമ്പറിൻ്റെ ഇതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ. ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാണ്. സോ ഫംഗ്ഷൻ്റെ പേര് എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് നം 16ൻ്റെ ഫാക്ടറാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വന്നു? 1 2 4 8 16. അതിൽ നമ്മുടെ ഫാക്ടർ 1 2 4 8 16. ഓക്കെ ഇനി ഞാൻ വേറെ ഒന്ന് റൺ ചെയ്ത് ഞാനിത് 16 എന്നുള്ളത് ഒരു 15 കൊടുത്താലോ? അങ്ങനെയാണെങ്കിൽ ഫാക്ടർ എത്ര വരും? 1 3 5 15 വരും അല്ലേ. നോക്കാം. 1 3 5 15. ഇനി നമുക്കൊരു 11 കൊടുത്താലോ? 11 കൊടുത്താലോ? 1ഉം 11ഉം വരും. അപ്പം 11 കൊടുത്തപ്പോൾ എനിക്ക് 1ഉം 11ഉം മാത്രമേ വന്നുള്ളൂ. അപ്പം ഞാൻ 12 കൊടുത്തപ്പോഴോ? 1 2 3 4 6 12. അതായത് 1ഉം ആ നമ്പർ ഇറ്റ്സെൽഫ് അല്ലാതെ കുറേ നമ്പേഴ്സ് വന്നു. ദാറ്റ് മീൻസ് 12 ഇസ് നോട്ട് എ പ്രൈം നമ്പർ. ഞാനൊരു 17 കൊടുത്ത് നോക്കിയാലോ? 1ഉം 17 വന്നുള്ളൂ. ദാറ്റ് ഈസ് ഞാൻ നേരത്തെ 11 കൊടുത്തപ്പോൾ 1ഉം 11ഉം വന്നു. ദെൻ ഞാൻ 15 കൊടുത്തപ്പോൾ 1 3 5 15 വന്നു. ദെൻ ഞാൻ 17 കൊടുത്തപ്പോഴും 1ഉം 17 വന്നുള്ളൂ. സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 11ഉം 17ഉം പ്രൈം നമ്പറാണ്, കാരണം അതിൻ്റെ അകത്ത് 1ഉം ആ നമ്പറും മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ 15 എടുക്കുക. വേറൊരു എക്സാമ്പിൾ ഞാൻ 16 തന്നെ എടുക്കാം. 16 വരുവാണെങ്കിൽ 1 2 4 8 16. അപ്പോൾ ഇവിടെ 17 എടുക്കുകയാണെങ്കിൽ 1ഉം 17 മാത്രമേ വന്നുള്ളൂ, കാരണം 1ഉം ആ നമ്പർ ഇറ്റ്സെൽഫ്. 16 എടുക്കുകയാണെങ്കിൽ 1ഉം ആ നമ്പറും അല്ലാതെ കുറേ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 11 ആൻഡ് 17 എന്ന് പറഞ്ഞ പ്രൈം നമ്പറാണ്. 15ഉം 16 എന്ന് പറഞ്ഞാൽ നോട്ട് എ പ്രൈം നമ്പറാണ്. സോ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പ്രൈം നമ്പർ ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ എങ്ങനെ നോക്കാം. ഓക്കെ ഇനി നമുക്ക് പ്രൈം നമ്പർ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്പർ ലീസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം നമുക്ക് 2 വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം? പ്രൈം നമ്പർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി എന്താ കാണേണ്ടത്? ഈ സെയിം പ്രോഗ്രാമിൽ തന്നെ കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ മതി. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ള ഇതാണ്. ഈ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയാൽ നമുക്ക് പ്രൈം നമ്പർ കണ്ടുപിടിക്കാനും ഒരു സീരീസ് ഓഫ് പ്രൈം നമ്പർ ജനറേറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സീരീസ് ഓഫ് പ്രൈം നമ്പർ ജനറേറ്റ് ചെയ്യുന്നതും ഒരു നമ്പർ പ്രൈം ആണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യാം. ഓക്കെ.